നമ്മളിന്ന് അഷ്ടമുടിക്കായലിൽ സാമ്പ്രാണിക്കോടിയിലേക്കൊരു യാത്ര പോവുകയാണ്. അവിടെ എന്താണ് വിശേഷം? അത് നമുക്ക് സാമ്പ്രാണിക്കോടിയിൽ ചെന്നിട്ട് കാണാം. സാമ്പ്രാണിക്കോടിയിൽ ചെല്ലാൻ എന്താണ് വഴി? കൊല്ലത്ത് നിന്ന് പ്രാക്കുളം ബസ് കയറിയാൽ സാമ്പ്രാണിക്കോടിയിലെത്താം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് കൊല്ലത്ത് നിന്നും കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സി അഷ്ടമുടി എന്ന ബോട്ടിംഗ് പാക്കേജിലാണ് പോകുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ മുടി എട്ടും കണ്ട് ചീനവലകളും കണ്ട് വൈകുന്നേരം വെയിലാറുന്ന നേരത്ത് നമ്മൾ സാമ്പ്രാണിക്കോടിയിലെത്തും. കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് എതിർവശത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയത്. ബോട്ട് മെല്ലെ മെല്ലെ അഷ്ടമുടിക്കായലിലൂടെ പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കാണ്. നമ്മുടെ ബോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ്. ശരാശരി 8 മീറ്ററാണ് ആഴം കണക്കാക്കിയിട്ടുള്ളത്. മൺട്രോ തുരുത്ത് പോലെ പ്രസിദ്ധമായ തുരുത്തുകളും അഷ്ടമുടിക്കായലിലുണ്ട്. നമ്മൾ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടിയിലിറങ്ങി അവിടെ നിന്നും ചെറു ബോട്ടുകളിൽ പോയി കായലിലെ വെള്ളത്തിലൂടെ ചുറ്റി നടക്കും. നമുക്കിപ്പോൾ ബോട്ടിലിരുന്നാൽ ഒരു ചെങ്കൊടി കായലിൽ നാട്ടിയതായി കാണാം. അത് അപകട സൂചനയാണ്. നമ്മൾ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ വന്ന വലിയ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് ചെറു ബോട്ടുകളിൽ കയറി കായലിലെ ആഴം കുറഞ്ഞ ഉൾഭാഗത്തേക്ക് പോകും. ഈ അഷ്ടമുടി എന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് നമുക്ക് ബോട്ട് കിട്ടും. ആ ബോട്ട് കയറിയാൽ നമുക്ക് സാമ്പ്രാണിക്കോടിയിലെത്താം. സാമ്പ്രാണിക്കോടിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ചെറു ബോട്ടുകളിലായിട്ട് വേണം മറ്റ് ഈ സാമ്പ്രാണിക്കോടിയിലെ കായൽ നടത്തം ആസ്വദിക്കാൻ വേണ്ടി വരാൻ. ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള സ്ഥലത്ത് ആഴം കുറവാണ്. 1 അടി 2 അടി ആഴമുള്ളൂ. അവിടെ വെച്ച് നമുക്ക് കാണാം. നമുക്കിനി ഇവിടുത്തെ ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ കണ്ടൽ മരങ്ങളുടെ ഒരു തുരുത്തുണ്ട്. ആ മരങ്ങളിൽ സഞ്ചാരികൾക്ക് കയറാം. ഒരു സഞ്ചാരി ഇതാ മരത്തിൽ കയറിയെന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നു, കൈവീശി കാണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മളിപ്പോൾ കായലിൻ്റെ നടുക്കുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വർണ്ണ പ്രപഞ്ചമാണ്. പലതരം നിറങ്ങളാണ് ഇവിടെ ഉള്ളത്. വർണ്ണക്കുടകളുടെ നിറങ്ങൾ, സഞ്ചാരികളുടെ വസ്ത്രങ്ങളുടെ നിറങ്ങൾ, പ്ലാസ്റ്റിക് ട്രേകളുടെ നിറങ്ങൾ, അച്ചാറും മറ്റും ഉപ്പിലിട്ടതും മറ്റും ഇട്ടുവച്ചേക്കുന്ന കുപ്പിയുടെ അടപ്പിൻ്റെ നിറങ്ങൾ, ഇതിനൊക്കെ പശ്ചാത്തലമായി കായലിൻ്റെ ചാരനിറം, അതിൽ പ്രതിഫലിക്കുന്ന ആകാശം, എല്ലാം കൂടെ നല്ല കാറ്റ്, ഇതെല്ലാം ചേർന്ന് ഇവിടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ്. എല്ലാവരും ഇത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ നോക്കെത്താ ദൂരത്തോളം കായലാണ് നമ്മൾ കാണുന്നത്. വളരെ വിശാലമായ കായൽപ്പരപ്പിൽ കായലിൻ്റെ നടുക്കൂടെ നമ്മൾ 2 അടി പൊക്കമുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ 2 അടി ആഴമുള്ള വെള്ളത്തിൽ, ചില സ്ഥലങ്ങളിൽ 1 അടി ആഴമേ ഉള്ളൂ, നമ്മളിങ്ങനെ കൈവീശി ആർത്തുല്ലസിച്ച് ചുറ്റി നടക്കുകയാണ്.
ഐലൻഡ് കറക്കം 50 രൂപ 50 രൂപ. വള്ളത്തിൽ കറങ്ങുന്നതിന് 50 രൂപ 50 രൂപ 50 രൂപ 50 രൂപ. ആര് പറഞ്ഞു? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഈ കായലിൻ്റെ നടുക്ക് ഒരു ചെറിയ ചന്ത തന്നെയുണ്ട്. സഞ്ചാരികൾക്ക് വേണ്ട കുടിവെള്ളം, നാരങ്ങാവെള്ളം, ചായ, കോഫി എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇഷ്ടം പോലെ കണ്ടൽ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇത് മനുഷ്യൻ ഇവിടെ കൊണ്ടിട്ടതാണ്. പ്ലാസ്റ്റിക് മുക്ത പരിസ്ഥിതി എന്ന ബോധമൊന്നും നമ്മളിവിടെ പുലർത്തുന്നില്ല. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കോടിയോട് ബൈ പറയുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.